തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോമ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. MDMA കടത്തുന്നതിനിടെ താമരശ്ശേരി ചുരത്തിൽ നിന്നും പോലീസിനെ കണ്ട് കൊക്കയിലേക്ക് ചാടിയ ചെറുമുക്ക് സ്വദേശിയായ യുവാവ് പിടിയിൽ. ചെറുമുക്ക് സ്വദേശി ഷെഫീഖാണ് പിടിയിലായത്. ഓറിയന്റൽ കോളേജിന് പുറകിലെ കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഇയാൾ. ഇന്ന് രാവിലെ പരിക്കുകളോടെ കണ്ട യുവാവിനെ നാട്ടുകാർ വിവരം നൽകിയതിനെ തുടർന്നാണ് പോലീസ് പിടികൂടിയത്. പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ താമരശ്ശേരി ചുരത്തിൽ വെച്ച് ഇന്നലെയാണ് ഷെഫീഖ് കൊക്കയിലേക്ക് ചാടിയത്. താമരശ്ശേരി ചുരത്തിലെ 9ാം വളവിലാണ് സംഭവം നടന്നത്. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിൻ്റെ ഭാഗമായി ജില്ലയിലും വാഹന പരിശോധന ശക്തമാക്കിയിരുന്നു. ഇതിനിടെയാണ് യുവാവ് കോഴിക്കോട് ഭാഗത്തു നിന്നും കാറുമായി എത്തിയത്. കാറിൽ പോലീസ് പരിശോധന ആരംഭിച്ചതോടെ യുവാവ് അസ്വസ്ഥനായി. പെട്ടെന്ന് കാറിൻ്റെ താക്കോലും കയ്യിലെടുത്ത് ഓടുകയായിരുന്നു. കോഴിക്കോട് ഭാഗത്തേക്കുള്ള ദേശീയപാതയിലൂടെ ഓടി വ്യൂ പോയിന്റിന് സമീപത്തെ കുത്തനെയുള്ള ഇറക്കത്തിലൂടെയാണ് ഇയാൾ താഴേക്ക് ചാടിയത്. കുറേ ദൂരം നിരങ്ങി നീങ്ങിയാണ് പോയത്. പിന്നാലെ പോലീസും ഫയർഫോഴ്സും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. ഇറങ്ങിയ ഭാഗത്തു നിന്ന് കുറച്ചകലെയുള്ള നീരൊഴുക്കുള്ള ഭാഗം വരെ ഷെഫീഖിൻ്റേതാണെന്ന് കരുതുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. പിന്നാലെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ വാഹനത്തിൽ നിന്ന് 3 പാക്കറ്റ് MDMA കണ്ടെടുത്തിരുന്നു. 16 ഗ്രാം MDMA ആണ് കണ്ടെടുത്തത്. ഇതോടെ യുവാവിനായി പോലീസും അഗ്നിരക്ഷാസേനയും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് പ്രദേശത്ത് വ്യാപക തിരച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനായിരുന്നില്ല. രാത്രി വൈകിയും തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ ഇന്ന് രാവിലെ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് നാട്ടുകാർ ഷെഫീഖിനെ അവശനിലയിൽ കണ്ടെത്തിയത്. ഷെഫീഖ് ഫെബ്രുവരിയിൽ ബത്തേരിയിൽ 93 ഗ്രാം MDMAയുമായി പിടിയിലായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.